12:30-ക്കാണ് സുരേഷ് ഗോപിയുടെ ഫ്ലൈറ്റ്. അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. നിയുക്ത കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഒപ്പമുണ്ട്. നരേന്ദ്രമോദി നിയുക്ത പ്രധാനമന്ത്രി നിർബന്ധിച്ചതിനെ തുടർന്നാണ് പെട്ടെന്ന് തന്നെ യാത്ര തിരിക്കുന്നതെന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത്. വകുപ്പ് ഏതാണെന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു സൂചനയും തനിക്ക് ഇപ്പോൾ ഇല്ല. 4 പ്രൊജക്ടുകളിൽ അഭിനയിക്കാനുള്ളതുകൊണ്ട്, പൂർത്തിയാക്കാനുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ മന്ത്രിസഭയിലേക്കുള്ള ഇല്ല എന്ന തീരുമാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതൊക്കെ പിന്നീട് പറയാം എന്താണ് എന്ന കാര്യം. ഏതായാലും മറ്റൊന്നും ഇപ്പോൾ പറയാൻ കഴിയുന്ന സാഹചര്യമല്ല. നിയുക്ത പ്രധാനമന്ത്രി നിർബന്ധിച്ചതിനെ തുടർന്ന് പെട്ടെന്ന് താൻ പോവുകയാണ് എന്ന് മാത്രം പറഞ്ഞാണ് അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോടുള്ള പ്രതികരണം ചുരുക്കിയത്. മറ്റൊന്നും തന്നെ അദ്ദേഹം കൂടുതലായി പറഞ്ഞിട്ടില്ല. ഏതായാലും നിയുക്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ രാത്രി 7:15 രാഷ്ട്രപതി ഭവനിലാണ്. രാഷ്ട്രപതി ഭവന്റെ ഔദ്യോഗികമായ ക്ഷണവും സുരേഷ് ഗോപിക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള യാത്ര. സുരേഷ് ഗോപി ഈ മന്ത്രിസഭയുടെ ഭാഗമാകുമോ എന്ന കാര്യത്തിലുള്ള അനിശ്ചിതത്വമൊക്കെ ഇപ്പോൾ നീങ്ങിക്കഴിഞ്ഞു. സുരേഷ് ഗോപിക്ക് 4 പ്രൊജക്ടുകൾ പൂർത്തിയാക്കാനുള്ളത് കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ കേന്ദ്രമന്ത്രിസഭയിലേക്ക് ഇല്ല എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും അദ്ദേഹം അത് BJP-യുടെ കേന്ദ്ര നേതൃത്വത്തെ നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് പോരാ. BJP-ക്ക് തിളക്കമാർന്ന വിജയം കേരളത്തിൽ നേടിക്കൊടുത്ത, ആദ്യമായി BJP-ക്ക് ഒരു അക്കൗണ്ട് ലോക്സഭയിലേക്ക് തുറന്ന സുരേഷ് ഗോപിയെ ഈ മന്ത്രിസഭയുടെ ഭാഗമാക്കണമെന്ന നിർബന്ധം BJP-യുടെ ദേശീയ നേതൃത്വത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തെ നേരിട്ട് പെട്ടെന്ന് തന്നെ ഡൽഹിയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് 12:30-യുടെ ഫ്ലൈറ്റിൽ സുരേഷ് ഗോപിയും കുടുംബവും ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഒപ്പം ചേരുന്നു. അഖിൽ ഷാ, പറയൂ. ഗോപികൃഷ്ണൻ അല്പസമയം മുമ്പാണ് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷം അതായത് അകത്തേക്ക് പോകുന്നതിന് മുൻപായി മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നു. മാധ്യമങ്ങൾ ചോദിച്ചത് മന്ത്രിസ്ഥാനത്തേക്ക് ആണോ പോകുന്ന തരത്തിൽ സത്യപ്രതിജ്ഞയുടെ കാര്യങ്ങളൊക്കെയാണ് മാധ്യമങ്ങൾ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. അത് മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഏത് വകുപ്പായിരിക്കും തനിക്കുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പ്രധാനമന്ത്രിയാകും തീരുമാനമെടുക്കുക. തനിക്കൊന്നും പറയാനില്ല. പാർട്ടിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും എന്താണോ പറയുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും സുരേഷ് ഗോപി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും കൂടുതലൊന്നും പ്രതികരിക്കാൻ തന്നെ അദ്ദേഹം തയ്യാറായില്ല. ഏത് വകുപ്പാണ് ശരി, ഏതായാലും ചെറിയ പ്രതികരണമാണ് സുരേഷ് ഗോപിയുടേത് വന്നത്. അതിന് കാരണം അദ്ദേഹത്തിന് കൂടുതലൊന്നും പറയാനില്ല, കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും നിയുക്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കും. മിനിസ്റ്റർ സുരേഷ് ഗോപിയായിട്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തിരികെ വരിക.